വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ കേട്ടത്. വയനാട്ടിലെ മുപ്പൈനാട് പുത്തുമല പ്രദേശത്തുള്ള ഷാജിയുടെ ഭാര്യ ജെസ്സി അതിദാരുണമായ രീതിയിൽ കാട്ടാനയുടെ ചവിട്ടല്ല ശരിക്കും പറഞ്ഞാൽ തുമ്പിക്കൈ കൊണ്ടുള്ള അടിയേറ്റ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത. ഇതൊരു പുതിയ വാർത്തയല്ല. ഒരുപക്ഷെ സർക്കാരിനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഇതൊരു അനുദിന കാര്യവും നിസ്സാര കാര്യവുമൊക്കെ ആയിരിക്കാം. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ച് അതങ്ങനെയല്ലല്ലോ. ഈ പ്രിയപ്പെട്ട ജെസ്സിയുടെ നിര്യാണത്തിൽ മാനന്തവാടി രൂപതയുടെ അത്യഗാധമായിട്ടുള്ള ഖേദം രേഖപ്പെടുത്തുന്നു. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതുപോലെ ഭർത്താവ് ഷാജിക്കും 3 മക്കൾക്കും എല്ലാ നന്മകളും ആശംസിക്കുകയാണ്. അവരുടെ ഈ വേദനയിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കുചേരുകയും നിങ്ങളുടെ ആ വേദനകളെ ദൈവം തന്നെ തൊട്ട് സുഖപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട സർക്കാരുകളോട് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം ഇതാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി സർക്കാർ രൂപീകരിച്ച് ഇതിനെ ഭരിക്കാൻ ഒരുങ്ങുമ്പോൾ അത് ഇവിടുത്തെ മനുഷ്യൻ്റെ സ്വത്തിനും ജീവനുമൊക്കെ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങൾ എത്രമാത്രം ഈ രീതിയിൽ സംരക്ഷണം കൊടുക്കുന്നുവോ അത്രമാത്രമേ നിങ്ങൾ ഉൾപ്പെടുന്ന ഈ സർക്കാർ വിജയിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാത്ത പക്ഷം സർക്കാർ ദയനീയമായിട്ടുള്ള പരാജയം തന്നെ ആണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ബന്ധപ്പെട്ട സർക്കാരുകളോടും മന്ത്രിമാരോടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും അതുപോലെ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരോടും പറയാനുള്ളതാണ്, നിങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ പ്രാധാന്യം എപ്പോഴും മനുഷ്യർക്കായിരിക്കണം. ഈ മനുഷ്യർ ഓരോരുത്തരും തരുന്ന മരണപ്പെട്ട ജെസ്സിയുടെ കുടുംബമൊക്കെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന നികുതി ഉപയോഗിച്ചാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശമ്പളം തരുന്നത്. ആ ശമ്പളം തരുന്നത് ഈ നികുതി ദായകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാം അഭ്യർത്ഥന ഇതാണ്, ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കണം. ഈ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആവശ്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം. ഒരുപക്ഷെ ജനങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ കണ്ട് മടുത്ത് അവരൊരു തരം നിസ്സഹായാവസ്ഥയിലായി കാണും. അതൊരിക്കലും നിങ്ങൾക്ക് ഇവരുടെ നിശബ്ദത അവർ ഇതെല്ലാം മറന്നു എന്നുള്ളതല്ല. ആ നിസ്സഹായത ഒരു നിലവിളി തന്നെയാണ്. ആ നിലവിളി നിങ്ങളുടെയൊക്കെ ചെവികളിലെത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.